നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സമഗ്രമായി പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ മന്ത്രി പ്രകാശനം ചെയ്തു. രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ അട്ടിജട്ടി വരെയുള്ള വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. 5-6 വാർഡുകളുടെ കടന്നുപോകുന്ന വഴിയുടെ ഭൂരിഭാഗവും ചെളിക്കുളം. പുതിയ MLA-യിൽ പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ഡൊമിനിക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ബോധവൽക്കരണവും യുവജന പങ്കാളിത്തവും അനിവാര്യമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വാർത്തകളിലേക്ക് വിശദമായി. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. അഴിമതിക്കെതിരായ പോരാട്ടത്തിന് വിജിലൻസ് മാനുവൽ കൂടുതൽ കരുത്തു പകരുമെന്ന് മന്ത്രി പറഞ്ഞു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 2002 ശേഷം ആദ്യമായാണ് വിജിലൻസ് മാനുവൽ സമഗ്രമായി പരിഷ്കരിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അഴിമതിക്കെതിരായ ബോധവൽക്കരണവും സുതാര്യ ഭരണവും ലക്ഷ്യമിട്ട് കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായി പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിലെ മൈൻഡ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ അഴിമതി തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഈ വകുപ്പാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന ഒരു വകുപ്പ്. സ്വാഭാവികമായും ഭരണരംഗത്ത് പലതരത്തിലുള്ള അഴിമതികളും ഇറഗുലാരിറ്റീസും വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. പൊതുജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ട്രാൻസ്പെറൻ്റായ രീതിയിലുള്ള സർക്കാർ സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. പലപ്പോഴും നമ്മുടെ ഭരണരംഗത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും ഇറഗുലാരിറ്റീസും വന്നു ചേരുമ്പോഴാണ് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട സർക്കാർ സേവനം കിട്ടാതെ വരുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് PC ആക്റ്റും അതോടൊപ്പം തന്നെ വിജിലൻസ് സംവിധാനവും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഡിജിറ്റൽ പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് മേധാവിമാരുടെ അവലോകന യോഗവും നടന്നു. കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായ ചടങ്ങിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ അട്ടിജട്ടി വരെയുള്ള വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. മഴക്കാലമായതോടെ റോഡ് തീർത്തും ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനോളം പഴക്കമുള്ള റോഡ്. പണ്ടുകാലത്ത് വെളിയനാട് പ്രദേശത്തു നിന്നും നിരവധി ആളുകൾ AC റോഡിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന നാട്ടുവഴി. രാമഗിരി ഗ്രാമപഞ്ചായത്ത് 5-6 വാർഡുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ അട്ടിജട്ടി റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. റോഡ് ആരംഭിക്കുന്നിടത്ത് തന്നെയുണ്ട് പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, RTO ഓഫീസ്, വ്യാപാര സ്ഥാപനങ്ങൾ, SNDP ഗുരുക്ഷേത്രം, ലൂർദുമാതാ പള്ളി, SH കോൺവെന്റ്, ഫാദർ ഫിലിപ്പോസ് മെമ്മോറിയൽ LP സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം പോകേണ്ട വഴിയാണ് കാലങ്ങളായി അവഗണിക്കപ്പെട്ടു കിടക്കുന്നത്. 54 വർഷം മുമ്പേ, അതായത് 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ റോഡാണ്. അന്ന് നാട്ടുകാർ പണിത ഒരു റോഡാണ്. അതിന് നാമമാത്രമായ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നിട്ടുള്ളൂ. വേറെ ഒരു പണിയും ഇവിടെ നടന്നിട്ടില്ല. വളരെ ശോചനീയമായ രീതിയിലാണ് ഇത് കിടക്കുന്നത്. പണ്ട് വെളിനാട്ടുകാർ മുഴുവൻ ഇതിലെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം അത് കുറഞ്ഞു.
എങ്കിലും ഈ പ്രദേശത്ത് കിടക്കുന്നവർക്കുള്ള ഒന്ന് കാല് നനയാതെ ഒന്ന് പോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. എന്നാൽ ഈ സ്കൂളിലേക്കുള്ള വരുന്ന പിള്ളേരെയൊക്കെ കണ്ടില്ല. ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് ഒരു ഓട്ടോറിക്ഷയാണ് കയറിപ്പോയത്. അത് പിള്ളേരെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് വന്നത്. എന്നാന്ന് വെച്ചാൽ പിള്ളേരെ അല്ലാതെ വിടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ എവിടെയെങ്കിലും ഉരുണ്ട് വീണിട്ട് വീഴും. ആ ഒരു അവസ്ഥയാണ്. ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകണം. 5-ാം വാർഡിൽ ചെമ്പുതറ ഡോക്ടർ ഫിലിപ്പ് ജേക്കബിന്റെ വസതി മുതൽ ലക്ഷം വീട് കടവ് വരെയുള്ള 500 മീറ്റർ ഭാഗമാണ് തീർത്തും ചെളിക്കുളമായിരിക്കുന്നത്. ഫാദർ ഫിലിപ്പോസ് മെമ്മോറിയൽ LP സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ വഴി സമ്മാനിക്കുന്നത് ദുരിത യാത്രയാണ്. ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ 4 വർഷം കഴിഞ്ഞു. അന്നേരം തുടങ്ങിയ ഈ റോഡിന്റെ അവസ്ഥ ഇവിടെ ഈ ഒരു ദയനീയാവസ്ഥയിലാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഗവൺമെന്റിന് MLA-ക്കും പഞ്ചായത്തിലും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ വഴിയുടെ ഒരു ശോചനീയാവസ്ഥ ഒന്ന് മാറ്റി തരാൻ വേണ്ടി. ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പം തോർച്ചയായതുകൊണ്ട് ഇത്രയും വെള്ളം, അല്ലെങ്കിൽ ഒരു ആറ് കിടക്കുന്ന പോലെ ഈ സ്ഥലം കിടക്കും. അത്രയും വെള്ളപ്പൊക്കത്തിലായി. കുട്ടികൾ നടന്നു പോകുന്നു, ഓട്ടോയ്ക്ക് പോകുന്നു, എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. കുട്ടികളെ കൊണ്ടുപോകാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ വന്നു പോകുന്ന വഴിയാണിത്. അധികാരികൾ കൈയൊഴിഞ്ഞപ്പോൾ ഒരു തവണ നാട്ടുകാർ പിരിവിട്ട് കുരിശടി ജംഗ്ഷനിൽ ക്വാറി വേസ്റ്റ് ഇറക്കി വെള്ളക്കെട്ട് ഒഴിവാക്കിയിരുന്നു. എന്നാൽ മഴ പെയ്തതോടെ ഇപ്പോൾ കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുന്നു. രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഇനിയെങ്കിലും നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാമ്പഴക്കരി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വഴിയുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച വാർത്ത 2023-ലും KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പ്രദേശവാസി എന്ന നിലയിൽ പ്രതികരിച്ച ജോസി ഡൊമിനിക്കാണ് ഇപ്പോൾ രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അന്നും ഇന്നും താൻ നടത്തിയ ഇടപെടൽ അദ്ദേഹം വിശദീകരിക്കുന്നു. 5-6 വാർഡുകളുടെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന അട്ടിചട്ടി വരെ ഒരു വഴിയെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് KCV ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു. അന്ന് ആ വാർത്തയിൽ ഈ വഴി നന്നാക്കണമെന്ന് പറഞ്ഞ് പ്രതികരിച്ചതായിരുന്നു ജോസി ഡൊമിനിക്ക്. ഇന്ന് ജോസി ഡൊമിനിക്ക് രാമങ്കരി പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഈ വഴി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ രാമങ്കരി പഞ്ചായത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഒരു റോഡാണത്. RT ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ അതിനിടയ്ക്ക് ലൂർദ് മാതാ ദേവാലയം, ഫാദർ ഫിലിപ്പോസ് മെമ്മോറിയൽ LP സ്കൂള്, SNDP എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രധാന റോഡാണ്. അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ചെമ്മന്ത്ര ഫിലിപ്പ് ഡോക്ടറുടെ ഭവനം മുതൽ ലക്ഷം വീട് കടവ് വരെയുള്ള ഭാഗമാണ് നമുക്ക് പ്രധാനമായിട്ടും ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻ MLA-യുടെ കാലത്ത് നമ്മൾ കൃത്യമായി അതിന് ഇടപെടൽ നടത്തുകയും അദ്ദേഹത്തിന് ഫണ്ട് അപര്യാപ്തമായതുകൊണ്ട് അത് ലഭിക്കാതെ പോവുകയും അതിലൊരു വർക്ക് നമുക്ക് സെന്റ് ജോർജ് ജ്ഞാനായ കുരിശടി മുതൽ ലൂർദ് മാതാ ദേവാലയം വരെയുള്ള വർക്ക് നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവസാന ഘട്ട ഇതിലാണ്. ഫൈനാൻസ് മിനിസ്റ്ററിന്റെ അനുമതിക്ക് വേണ്ടി അതിന് കത്ത് നമ്മുടെ പുതിയ MLA, നമ്മുടെ ബഹുമാനപ്പെട്ട ബിജിച്ചറിയാൻ MLA-യുടെ നേതൃത്വത്തിൽ അതിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പം നിലവിൽ ഞാൻ ഇടപെട്ടിരിക്കുന്നത് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഞാൻ ഇരിക്കുകയും 6-ാം വാർഡിന്റെ ജനപ്രതിനിധിയും കൂടെയാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കത്ത് നൽകുകയും നേരിട്ട് അദ്ദേഹവുമായി ബഹുമാനപ്പെട്ട കുട്ടനാട് MLA-യുമായിട്ട് സംവദിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് എത്തുമ്പോൾ അതിന് രാമങ്കരി പഞ്ചായത്തിൻ്റെ അധ്യക്ഷ നിലയിൽ എന്നെ വിളിച്ച് ചർച്ച ചെയ്ത ശേഷം നമ്മുടെ പ്രയോറിറ്റി പരിഗണിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രദേശവാസികൾ പറയുന്ന 50 വർഷത്തിന് മുകളിലായി ഈ റോഡിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് താങ്കൾ ഈ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുന്നു, സത്യമാണോ? തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ഇതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ആദ്യത്തെ അപ്രോച്ച് റോഡുള്ളതാണ് AC റോഡ് മുതൽ അട്ടിച്ചട്ടി വരെയുള്ള ഈ റോഡ്. ഇതിന് പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ഇതിൽ കൃത്യമായി ഇടപെടുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഭരണം ഏറ്റെടുത്ത ശേഷം, രാമങ്കരി പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുത്ത ശേഷം അതിനുവേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ട മേഖലകളിൽ അതിന് MLA-മാരെയും MP-മാരെയും കാണുകയും ചെയ്തിട്ടുണ്ട്. മാമ്പഴക്കയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ആ റോഡിന് പൂർണ്ണ രീതിയിൽ ശാശ്വത പരിഹാരം കാണുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഈ രാമങ്കരി പഞ്ചായത്തിന്റെ അധ്യക്ഷ നിലയിൽ എൻ്റെ വിശ്വാസം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിയമവും സർക്കാരും മാത്രം ഒന്നിച്ചാൽ മതിയാകില്ല. ബോധവൽക്കരണവും യുവജനങ്ങളുടെ പങ്കാളിത്തവും അനിവാര്യമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP.
മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടമ്പേരൂർ ഡിവിഷനിലെ മെമ്പേഴ്സ് മെറിറ്റ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഉന്നത വിജയം കരസ്ഥമാക്കി ഇന്ന് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കും അതോടൊപ്പം ബന്ധുക്കളെയും നാട്ടുകാർക്കും സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചു. അപ്രകാരം നിങ്ങളുടെ പ്രയത്നത്തിൽ ഫലം കണ്ടു. അങ്ങനെ നിങ്ങൾ ഉയർന്ന മാർക്ക് നേടി, എല്ലാ വർഷവും A+ നേടി ഇന്ന് ഈ ഹാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടമ്പേരൂർ ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത്. കുട്ടമ്പേരൂർ SKV ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പഴവൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ ബാനർ മത്സരത്തിൽ മികച്ച സന്ദേശങ്ങൾ രചിച്ച് സമൂഹത്തിന് മാതൃകയായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ബിനുരാജ്, വൈസ് പ്രസിഡന്റ് ലത PA, മാന്നാർ അബ്ദുൽ ലത്തീഫ്, സണ്ണി കോവിലകം, സുജിത് ശ്രീരംഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വത്സല ബാലകൃഷ്ണൻ, ഹസീന സലാം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ S, കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവദാസ് U പണിക്കർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശില്പ B നായർ, സ്കൂൾ മാനേജർ വേണു കേശവ് എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മങ്കൊമ്പിൽ നടന്നു. വ്യാഴാഴ്ച കുട്ടനാട് താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 8, 9 തീയതികളിൽ കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നടക്കുന്ന ഫെഡറേഷന്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണവും അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതുണ്ടെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയുടെ സാമൂഹിക ജീവിതത്തിൽ ചെത്തുതൊഴിലാളി പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ജില്ലയുടെ സാമൂഹ്യ ജീവിതത്തിൽ ജില്ലയിലെ ചെത്തുതൊഴിലാളി പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. നാം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പല മേഖലകളും, തൊഴിൽ മേഖലകൾ അതുപോലെ തുടരുന്നില്ല. കേരളത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണുള്ളത്. ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണവും അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാഹചര്യവും നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. കയർ മേഖല പഴയതുപോലെ നിലനിൽക്കുന്നുണ്ടോ? പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രം കയർ തൊഴിലാളികളാണ്. കയർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, കയർ പിരിമേഖലകളിൽ ജോലി ചെയ്തവർ, ഇതല്ലായിരുന്നു പഴയ അന്തരീക്ഷം. കൺവെൻഷനിൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷനായി. CITU വർക്കിംഗ് കമ്മിറ്റി അംഗം R നാസർ, CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H സലാം, നേതാക്കളായ NV ചന്ദ്രബാബു, KD മഹീന്ദ്രൻ, M തങ്കച്ചൻ, KK അശോകൻ, KR പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 8, 9 തീയതികളിൽ മങ്കൊമ്പിൽ നടക്കുന്ന 5ാം സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UAE മലയാളികൾ റെജി ചെറിയാൻ MLAക്ക് നിവേദനം നൽകി. UAEയിൽ കഴിഞ്ഞ ദിവസം ഇൻഗാസ് ആലപ്പിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുവാൻ എത്തിയ MLAയെ മങ്കൊമ്പ് സ്വദേശിനി കളത്തുവേലിൽ അനിത മഹേഷ് കുറുപ്പ് നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കുകയായിരുന്നു. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം, താലൂക്ക് ആശുപത്രിയുടെ വികസനം, റോഡ് നിർമ്മാണം, വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങി വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ജൂലൈ 11 ശനിയാഴ്ച ഷാർജയിലെ സഫാരി മാൾ ഓഡിറ്റോറിയത്തിൽ UDF UAE സെൻട്രൽ കമ്മിറ്റി MLAക്ക് സ്നേഹാദരവ് നൽകും. മങ്കൊമ്പിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് UAE നാഷണൽ മങ്കൊമ്പ് അസോസിയേഷൻ ഉണ്മയും MLAക്ക് നിവേദനം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ആറന്മുള വള്ളസദ്യ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വള്ളസദ്യക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ആറന്മുള പള്ളിയോട സേവാ സംഘം ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ നടത്തിവരുന്ന വള്ളസദ്യ വഴിപാടുകൾ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ ഇക്കുറി 51 പള്ളിയോടങ്ങൾ സദ്യയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂലൈ 19 ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ വള്ളസദ്യയുടെ ജൂലൈ 19 തുടങ്ങുന്നു. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവില് 550 വള്ളസദ്യകൾ നടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ പള്ളിയോട സേവാ സംഘം ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നോടിയായിട്ട് ദേവസ്വം ബോർഡ് പ്രത്യേകമായ യോഗം ആറന്മുള വിളിക്കുകയും വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അത് പുരോഗമിക്കുകയുമാണ്. കൂടാതെ സർക്കാർ തലത്തിലെ ജില്ലാ കളക്ടർ കളക്ടറേറ്റിലെ പ്രത്യേക മീറ്റിംഗ് വിളിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് മുൻക്രമീകരണങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയോട സേവാ സംഘവും കരക്കാരും ഇത് ഭംഗിയായിട്ട് നടത്തുന്നതിന് പ്രത്യേകിച്ച് പൂർവാധികം ഭംഗിയായിട്ട് നടത്തുന്നതിന്റെ കുറ്റങ്ങളൊക്കെ കുറച്ച് ആചാര അനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായിട്ട് തന്നെ ഇക്കൊല്ലവും വള്ളസദ്യ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുവരുന്നത്. ഇതുവരെ 470 സദ്യകൾ ബുക്ക് ചെയ്തു. 550 സദ്യകൾ ലക്ഷ്യമിടുകയാണ്. ആദ്യ ദിനം 10 വള്ളസദ്യകൾ ഉണ്ടാകും. 20 സദ്യാലയങ്ങളാണ് ഇക്കുറി ഉണ്ടാവുക. 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കും. KSRTC ബഡ്ജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസ്സുകൾ വീതമെത്തും. ഇതിനായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ സദ്യ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ പാസ് തെക്കേടത്തില്ലം സദ്യാലയത്തിൽ ജൂലൈ 20 മുതൽ ആരംഭിക്കും. 300 രൂപ പ്രകാരം സദ്യ നൽകുന്നതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചുവെന്നും സംഘാടകർ അറിയിച്ചു. ഓഗസ്റ്റ് 26 തിരുവോണത്തോണി വരവ്. ഓഗസ്റ്റ് 30 ഉത്രട്ടാതി ജലോത്സവവും സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി വള്ളസദ്യയും നടക്കും. പ്രസിഡന്റ് KV സാംബദേവൻ, സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ, വൈസ് പ്രസിഡന്റ് KS സുരേഷ്, ജോയിന്റ് സെക്രട്ടറി അജയ് ഗോപിനാഥ്, വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാന്നാറിൽ മിന്നൽ പരിശോധന. പരിശോധനയിൽ 20,000 രൂപയോളം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്തും പോലീസും ആരോഗ്യ വിഭാഗവും സംയുക്തമായിട്ടാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. നിരോധിതം പിടിച്ചു. നിരോധിത സാധനം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് മാന്നാറിൽ മിന്നൽ പരിശോധന നടത്തിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്തും പോലീസും ആരോഗ്യ വിഭാഗവും സംയുക്തമായിട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. രാവിലെ 7 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ 20,000-ഓളം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. പെട്ടിക്കടകൾ, സുഗന്ധമുറുക്കാൻ വിൽക്കുന്ന കേന്ദ്രങ്ങൾ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലടക്കം പരിശോധനകൾ നടത്തി. അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഒട്ടും മോശമല്ല. ഈ മാരകമായ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് മനസ്സിലായത്. തുടർന്നുള്ള ദിവസങ്ങളിലും കേരളത്തിലെ ഗവൺമെന്റ് ലഹരിമുക്ത കേരളം, ആരോഗ്യമുള്ള ഒരു കേരളം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ലഹരിക്ക് എതിരായിട്ടുള്ള പോരാട്ടം തൂഫാൻ എന്ന നാമധേയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി നന്മ നിറഞ്ഞ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ അതിന്റെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. മാന്നാറിൽ ഇന്ന് പരസ്യമായ റെയ്ഡ് തുടങ്ങി. വരും ദിവസങ്ങളിലും ഇതിന്റെ കേന്ദ്രങ്ങൾ ഉറവിടം കണ്ടെത്തി അത് പൂർണ്ണമായും നശിപ്പിക്കുന്നതിനും ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ സംഘടിപ്പിച്ച് ജനങ്ങളെ ആകമാനം ഈ മാരകമായ വിപത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയുമായിട്ടാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന പെട്ടിക്കടകളിൽ നിന്നുമാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കൂടുതലായും കണ്ടെത്തിയത്. പലയിടത്തും ഇവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു.
പരിശോധനയുടെ ഭാഗമായി കുട്ടമ്പേരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും ഗുരുമന്ദിരത്തിനും സമീപം പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമയായ സ്ത്രീക്കെതിരെ മാന്നാർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം മാന്നാറിൽ അതിഥി തൊഴിലാളികൾ നടത്തിയിരുന്ന മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നും ബുധനൂരിൽ നിന്നുമാണ് 3.5 കിലോയോളം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടുകയും 2 അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിനു പിന്നാലെയാണ് മാന്നാർ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കിയത്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ട് വഴിയോരത്തെ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ച് ഇത്തരം വിൽപ്പന സജീവമാണെന്ന വിവരത്തെ തുടർന്നായിരുന്നു അധികൃതരുടെ നടപടി. പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം എന്ന നിലയിൽ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും ഉപയോഗിച്ചാണ് പല കടകളിലും ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത്. പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയുവാൻ വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വൈസ് പ്രസിഡന്റ് PL ലത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റ്സ് P കുര്യൻ, പഞ്ചായത്ത് സെക്രട്ടറി P മധു, ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ, പഞ്ചായത്ത് അംഗങ്ങൾ, മാന്നാർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴ സെൻട്രൽ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവും 2026-27 സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും ജൂലൈ 10 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴ. ഡിസ്ട്രിക്ട് 3211 കേരളത്തിലെ നമ്മുടെ ഏകദേശം ഒരു 5 റവന്യൂ ഡിസ്ട്രിക്റ്റുകളിലായി ഉള്ള അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ഡിസ്ട്രിക്ട് 3211. ആ 3211 ഏകദേശം 160ഓളം ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി സെൻട്രൽ. കഴിഞ്ഞ 12 വർഷങ്ങളായി ആലപ്പുഴയുടെ സാമൂഹ്യ സേവന രംഗത്ത് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരുന്ന ഞങ്ങളുടെ ക്ലബിൻ്റെ 13ാമത്തെ ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് നാളെ ജൂലൈ 10 തീയതി വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ കയർക്രാഫ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം. ജൂലൈ 10 വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിലാണ് ചടങ്ങ് നടക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് പുതിയ ഭരണസമിതി 2026-27 വർഷത്തിൽ നടപ്പിലാക്കുന്ന വിവിധ സാമൂഹിക സേവന പദ്ധതികളും പൊതുജനങ്ങൾക്കായി പ്രഖ്യാപിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുളസിദാസ്, S പത്മകുമാർ, G ഷാജി, P ജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 7ാമത് കേരള സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11, 12 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 375-ലധികം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിനെ ഈ മത്സരത്തിൽ നിന്ന് കണ്ടെത്തും. യൂത്ത് അഫയേഴ്സ് യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ശുപാർശയോടുകൂടി 2020 സ്റ്റാർട്ട് ചെയ്ത നാഷണലൈസ്ഡ് ഫെഡറേഷനാണ് യോഗാസന ഭാരത്. ഈ യോഗാസന ഭാരത് വേൾഡ് യോഗാസന എന്ന് പറഞ്ഞ സംഘടനയിൽ അഫിലിയേറ്റഡ് ആണ്. ഇപ്പം 79 രാഷ്ട്രങ്ങളിൽ അതാത് സ്പോർട്സ് മിനിസ്ട്രിയുമായി സഹകരിച്ച് റെക്കഗ്നൈസേഷനിൽ കൂടെ 79 രാഷ്ട്രങ്ങളിൽ ഇതിൻ്റെ ഘടകങ്ങളുണ്ട്. ജില്ലകളിലും ചാമ്പ്യൻഷിപ്പ് നടത്തി, സെലക്ഷൻ നടത്തി, സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ചാമ്പ്യൻഷിപ്പ് ഈ മാസങ്ങളിൽ നടക്കുന്നു. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ ദേശീയ തലത്തിൽ മത്സരിപ്പിക്കും. ദേശീയ തലത്തിൽ നിന്ന് അത് ഏഷ്യൻ ഗെയിംസിലേക്ക് പോകും. ഏഷ്യൻ ഗെയിംസിലേക്ക് രാജ്യാന്തര കോമ്പറ്റീഷൻ നടക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 6 വർഷമായിട്ട് കോമ്പറ്റീഷൻ പല സ്ഥലങ്ങളിൽ നടത്തി വിജയിച്ചവരെ നമ്മൾ രാജ്യാന്തര തലത്തിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഭാരത സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയം അംഗീകരിച്ച ദേശീയ യോഗാസന കായിക ഫെഡറേഷനായ യോഗാസന ഭാരതിന്റെ കേരളത്തിലെ ഔദ്യോഗിക അഫിലിയേറ്റഡ് യൂണിറ്റായ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ് മുഖ്യ സംഘാടകർ. പുന്നപ്ര മാർ ഗ്രിഗോറിയോസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയും മൈ ഭാരതിന്റെ പങ്കാളിത്തത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ട്രഡീഷണൽ, ആർട്ടിസ്റ്റിക് സിംഗിൾ, ആർട്ടിസ്റ്റിക് പെയർ, ആർട്ടിസ്റ്റിക് ഗ്രൂപ്പ്, റിഥമിക് പെയർ എന്നീ ഔദ്യോഗിക ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ദേശീയ നിലവാരത്തിലുള്ള ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ യോഗ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റൽ സ്കോറിംഗ് സംവിധാനവും ഫലങ്ങൾ തത്സമയം പ്രസിദ്ധീകരിക്കുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി CB ജ്യോതിഷ്, ഹരീന്ദ്രനാഥ് തായങ്കരി, രേഖ രവീന്ദ്രൻ, സിന്ധു ഹരീന്ദ്രൻ
എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KK പടിഞ്ഞാറേപ്പുറം എന്ന KKP യാത്രയായി. നോവൽ, കഥ, കവിത, നാടകം, ജീവിത ചരിത്രം, തിരക്കഥ, ബാലസാഹിത്യം എന്നിങ്ങനെ സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ എഴുത്തുകാരനായിരുന്നു KKP. എഴുത്തുകാരൻ അന്ത്യാഞ്ജലി നേരുവാൻ നിരവധി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ എത്തിച്ചേർന്നു. കേരള സഞ്ചാരി വാരികയിൽ പത്രാധിപ സമിതി അംഗമായിരിക്കെയാണ് അന്ത്യം. ഗ്രന്ഥശാല സംഘം, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി എന്നിവയുടെ അടക്കം നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്മ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പൊലി എന്ന നോവലായിരുന്നു അവസാന രചന. അക്ഷരവേദി യോഗം പടിഞ്ഞാറേപ്പുറത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ നെഹ്റു ട്രോഫി മത്സരത്തിനായുള്ള സെലക്ഷൻ ട്രയൽ ജൂലൈ 12 നടക്കും. തെക്കേക്കര ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടനിലാണ് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുക. മങ്കൊമ്പ് തെക്കേക്കര 503 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമുള്ള കടവിലാണ് ട്രയൽ നടക്കുന്നതെന്ന് സെക്രട്ടറി പ്രദീപ് കുമാർ, പ്രസിഡന്റ് ലിജോ ജോൺ എന്നിവർ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,240 രൂപ, പവന് 1,05,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.